ഏത് കാലിൻ്റെ ഇടയിലൊക്കെ പോകണ ആലുവ റൂട്ട് വരാനേ തോന്നാത്ത ഒരു അവസ്ഥയാണ് മക്കളെ. സത്യം പറഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. ആലുവ പെരുമ്പാവൂർ റൂട്ടിലേക്ക് പോകുന്നവർ അനുഭവിച്ചിട്ടുണ്ടാവും. ഒരു ആലുവയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ തോട്ടുമുഖം മുതൽ പിന്നെ ഒരു ബ്ലോക്കാണ്. അങ്ങോട്ടും ഇല്ല വണ്ടി, ഇങ്ങോട്ടും ഇല്ല വണ്ടി. തുഴഞ്ഞാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഫസ്റ്റ് നമ്മുടെ ആലുവ നമ്മുടെ എടയപ്പുറം പോണ റൂട്ടിലാണ് ആ ഒരു ബ്ലോക്ക് കണ്ടത്. പിന്നീട് വരുമ്പോഴാണ് നമ്മുടെ ആലുവയിലേക്ക് വരുമ്പോൾ അടുത്ത ഒരു പോക്കറ്റ് റോഡാണ് ഈ തോട്ടുമുഖം ജംഗ്ഷനിൽ. ഈ ഒരു തോട്ടുമുഖം ജംഗ്ഷനിൽ ശരിക്കും പറഞ്ഞാൽ കുറ്റം പറയാനായിട്ടൊന്നുമില്ല. അപ്പുറത്തേക്കും വഴിയുണ്ട്, ഇപ്പുറത്തേക്കും വഴിയുണ്ട്. അതായത് രണ്ട് പോക്കറ്റ് റോഡിൽ നിന്നും വണ്ടി കയറും. ഇവിടുന്ന് അങ്ങോട്ടും പോകും, ഇങ്ങോട്ടും പോകും. പോകണവർ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും. ആ റൂട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു ബ്ലോക്ക് അവിടെ കിടക്കും. അത് കഴിഞ്ഞ് നേരെ ഫ്രണ്ടോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കാറുകാരന്മാർ ബൈക്കുകാർ വീണ്ടും കുത്തി കയറി പോകുമെന്ന് പറയാം. ഈ കാറുകാരന്മാർ ഇതിങ്ങനെ നിങ്ങൾ എൻ്റെ റൈറ്റ് സൈഡിൽ കണ്ടതിന് അറിയാൻ പറ്റും. ബ്ലോക്ക് എഴഞ്ഞാണ് ഇവർ പോകുന്നത്. അത് ഒരു അരമണിക്കൂറിൻ്റെ എത്തേണ്ടടുത്ത് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് എത്തും എന്ന് പറയാം ഇപ്പോഴത്തെ അവസ്ഥയിൽ. അത് കഴിഞ്ഞ് നേരെ പോയി നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു ഐബലിൻ്റെയൊക്കെ ഒരു ഭാഗം ആയിക്കാൻ, അതായത് ഈ ഐബലിൻ്റെ ഷോറൂം, ഈ ഫ്ലിപ്കാർട്ടിൻ്റെയും ഐബലിൻ്റെയൊക്കെ ഈ ഒരു ഷോറൂം എത്തിക്കഴിഞ്ഞാൽ ഏകദേശം അവിടെ ഒരു പമ്പിൻ്റെ പണി കിടക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഫ്രണ്ടോട്ട് പോയിങ്ങനെ അതങ്ങനെ ചില കുണ്ടച്ചികൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഇങ്ങനെ വന്ന് കയറാണ്. കാരണം ആ റോഡിൽ ബ്ലോക്കാണ്. ഇപ്പം നമ്മളാണെങ്കിലും അങ്ങനെ പോയേ പറ്റുള്ളൂ. ഇത് കണ്ടോ, മുട്ടിയില്ലാന്നുള്ളത്. ഇത് പെണ്ണുങ്ങളൊക്കെയാണ്. അതേ ഏത് കാലിൻ്റെ ഇടയിലൊക്കെ പോണ എന്ത് മയിലാണ് കണ്ടതേ, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കണ്ടോ, എല്ലാവർക്കും ധൃതിയാണ്. അപ്പോൾ നമുക്കും ധൃതിയാണ്. ഈ ധൃതി കൂടുമ്പോഴാണ് അപകടം അവിടെ ഉണ്ടാകുന്നത്. ആ ബ്ലോക്ക് ആണെങ്കിൽ ബ്ലോക്കിൽ ഏത് ഭാഗത്താണോ നിങ്ങൾ ആ ബ്ലോക്കിൽ കിടക്കുക. പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ അൽസാജിലേക്കുള്ള വണ്ടികൾ പോകുമ്പോൾ അതിൽ കൂടുതൽ തിരക്ക് വേറെ വരും. ഇപ്പോൾ ഇത്ര നാളുണ്ടായാലും ഇപ്പോൾ കൂടുതൽ കുറഞ്ഞിട്ടുണ്ട്. ഒരു പാർക്കിംഗ് സ്പേസ് എടുത്തുകൊണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത് തന്നെയാണ് നമ്മുടെ എയർപോർട്ടിലേക്ക് പോണ ഈ റൂട്ട്. തോട്ടുപുറത്ത് പുതിയ പാലം, എയർപോർട്ടിലേക്കുള്ളൊരു പാലമാണ്. അവിടെ വണ്ടി നിർത്തിയേ പറ്റൂ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് വണ്ടി വരുന്നത് ഇവിടുന്ന് വണ്ടി പോകാനും അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരുമ്പോഴും കാര്യം റൗണ്ടൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു അവസ്ഥ. പിന്നെ ഇവിടെയാണെങ്കിൽ ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെയാണ്, ഫുഡിൻ്റെ ഏരിയയാണ്. ഏറ്റവും കൂടുതൽ വണ്ടികളും പാർക്കിങ്ങും വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഏരിയയിൽ വന്നാൽ പിന്നെ ഇതാണ് അവസ്ഥ. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ടീമുണ്ട്, നമ്മുടെ ഓട്ടോ ചേട്ടന്മാർ. സത്യം പറയല്ല, അവർ കുറ്റം പറയുന്നതല്ല. അവരും വരുമാനത്തിന് വേണ്ടി അരി മേടിക്കാൻ വേണ്ടി ഓടുന്നതാണ്. എല്ലാവരും അരി മേടിക്കാൻ പോകുന്നതാണ്. ഒരു ബൈക്കുകാർ കയറി പോണ സ്പേസിൽ കൂടെ അവർ കയറി പോകും. അവസാനം എന്താ സംഭവിക്കുക, അവർക്കും പോകാൻ പറ്റില്ല, ആ ബൈക്കാർക്കും പോകാൻ പറ്റില്ല. അവിടെ മൊത്തത്തിലൊരു ബ്ലോക്ക് ഉണ്ടാകും. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.